Morning all. Today we are discussing features of a good programming language. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. അതിന് മുന്നേ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഡിസ്കസ് ചെയ്തു. അതിന് മുന്നേ എന്താണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ബുക്സൊക്കെ റീഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ബൈ ഹാർട്ട് സിസ്റ്റം മാക്സിമം ഒഴിവാക്കണം കേട്ടോ, നല്ലത്. കാരണം ചിലരുണ്ട് അങ്ങനെ, അപൂർവം ചിലർ. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടായി മാറും. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് പറഞ്ഞു. അപ്പോൾ അത്തരം ലാംഗ്വേജുകളിൽ ഒരു ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ട ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, കുറേ പോയിൻറ്റ്സ് ഉണ്ട്, ഇനിയും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമ്മളുടെ പേര്. ഫസ്റ്റ് വൺ, ഈസ് ഓഫ് യൂസ്. ദെൻ പോർട്ടബിലിറ്റി, റിലയബിലിറ്റി, പെർഫോമൻസ്, കോസ്റ്റ്, പ്രൊമോട്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്, കോമ്പാക്ട് കോഡ്, മെയിൻറ്റെയിനബിലിറ്റി, റീയൂസബിലിറ്റി, സ്റ്റാൻഡർഡൈസേഷൻ. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഈസ് ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതെല്ലാം തരത്തിലായാലും ശരി ഈസ് ഓഫ് യൂസ് ആയിരിക്കണം. അപ്പോൾ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാനൊരു കോഡ് എഴുതി വെച്ചു, പ്രോഗ്രാം എഴുതി വെച്ച് എനിക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ, സപ്പോസ് ഒരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ വേറൊരാൾ വന്നാൽ അവർക്കായിരിക്കും പിന്നെ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അയാൾക്ക് അത് റീഡ് ചെയ്യുമ്പോൾ തന്നെ റീഡബിലിറ്റി ഉണ്ട്, അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, ഈസ് ഓഫ് യൂസായി മാറി. പിന്നെ അയാൾക്ക് അതിൻ്റെ ബാക്കി നോക്കിയാൽ മതി. അതല്ല, ഞാൻ ചെയ്തു വെച്ച കോഡ് വേറൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണെങ്കിൽ പിന്നെ അവർ ആദ്യം തൊട്ട് പണി തുടങ്ങണം. മനസ്സിലായല്ലോ ആ കണ്ടീഷൻ, കേസ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് പോർട്ടബിലിറ്റിയാണ്. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് അങ്ങനെയാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ എൻ്റെ അടുത്ത ആളുടെ ഫോണിൽ യൂസ് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യാൻ കഴിയും, ഇപ്പുറത്തെ ആളുടെ എല്ലാവരുടെ ഫോണിലും അല്ലെങ്കിൽ എല്ലാവരുടെ സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കണം. അതായത് പ്രോഗ്രാംസ് ആയിരിക്കണം. അതാണ് പോർട്ടബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരാൾക്ക് പാസ് ചെയ്യാം, വേറൊരാൾക്ക് ഷെയർ ചെയ്യാം, ആർക്ക് ഷെയർ ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റും. മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അത് പോസിബിൾ അല്ല. ഒരാളുടെ പ്രോസസ്സറിന് മാത്രമേ അത് അവൈലബിൾ ആവുള്ളൂ, വേറെ ആളുടെ പ്രോസസ്സറിന് അത് സപ്പോർട്ട് ചെയ്യില്ല. അതൊരു നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ പോർട്ടബിളാണ്, അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. മെഷീൻ ഇൻഡിപെൻഡൻ്റുമാണ്. ഓക്കെ, നെക്സ്റ്റ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, റിലയബിലിറ്റി എന്ന വേർഡിൻ്റെ മീനിങ് അറിയാമല്ലോ, ഒരു വിശ്വാസ്യത എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അതായത് നമ്മളിപ്പോൾ പ്രോഗ്രാം ഒന്ന് മീൻ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതേ മീനിങ് തന്നെ അതിന് കിട്ടണം. അല്ലാതെ നമ്മളിപ്പോൾ അഡീഷൻ ചെയ്യാൻ ഏറ്റവും മിനിമം ഒരു ഓപ്പറേഷനാണ് ഞാൻ പറയുന്നത്. അഡീഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ റിസൾട്ട് കിട്ടുന്ന സബ്സ്ട്രാക്റ്റഡ് ആണെങ്കിൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് മനസ്സിലാകും. കുറച്ച് ഹൈ ലെവൽ ക്വാളിറ്റിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കണ്ടത് തെറ്റാണ് ശരിയാണ് പോലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ റിലയബിൾ ആണെങ്കിൽ അത്രയും ഇഷ്യൂസ് വരത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസിലൊക്കെ ഇഷ്യൂസ് വന്നാൽ അത് ഫെയിലിയർ ആയിട്ട് മാറും. കാരണം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ദെൻ പെർഫോമൻസ്, ക്വാളിറ്റി പെർഫോമൻസ് മസ്റ്റാണ്. ദെൻ കോസ്റ്റ് മാക്സിമം റെഡ്യൂസർ ആയിരിക്കണം. കാരണം കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് അത് എത്രത്തോളം യൂസബിൾ അല്ലാതായി മാറും. കാരണം ആവറേജ് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ദെൻ പ്രൊമോട്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ്. പിന്നെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ സിയും സി ഷാർപ്പൊക്കെ സ്ട്രക്ചേർഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ അതിനൊരു സ്പെഷ്യലൈസ്ഡ് സിൻറ്റാക്സ്, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി എന്തെങ്കിലും എറേഴ്സോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും അൾട്ടറേഷൻ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീബഗ് ചെയ്യാൻ പറ്റും, അതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ സ്ട്രക്ചറൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ കോമ്പാക്ട് കോഡ്. ഇപ്പോൾ ഒരു ചെറിയൊരു അഡീഷന് പോലും നമ്മൾ അസംബ്ലിയിലൊക്കെ പറഞ്ഞ പോലെ കുറേ ലെങ്ത്തുള്ള പ്രോഗ്രാമൊക്കെ ആയി മാറിയാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും. ടൈം കോംപ്ലക്സിറ്റി കൂടും. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്, വെറുതെ മെമ്മറി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. കോഡ് ഷുഡ് ബി കോമ്പാക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത്രയും കൺസൈസ്ഡ് ആക്കിയിട്ട് ചെറിയ ഷോർട്ടാക്കിയിട്ട് മാക്സിമം കോഡ് കൊണ്ടുവരാം. ദെൻ മെയിൻറ്റെയിനബിലിറ്റി. അത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി വെച്ചു, അത് വർഷങ്ങളോളം നിലനിൽക്കേണ്ടതാണ്. അല്ലാതെ ഒരു പ്രോഗ്രാം എഴുതി വെച്ചാൽ പിന്നെ അത് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവാൻ പാടില്ല. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യാം, ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടാലും ഇത് അവൈലബിൾ ആയിരിക്കും, ആളുകൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഈസ് ഓഫ് യൂസ് ഒക്കെ ആണെങ്കിൽ മെയിൻറ്റെയിനബിലിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ ആ ഒരു കൺസെപ്റ്റ് വെച്ച് തന്നെ അയാൾക്ക് ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കേണ്ട ഒരാൾക്ക്, ഞാനൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് 10 വർഷമൊക്കെ റൺ ചെയ്യാതെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കണ്ട ജീവിതമാർഗ്ഗത്തിന്. കാരണം ആ ഒരു ക്യാഷിന് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ സക്സസ്ഫുൾ പ്രോഗ്രാമായിട്ട് മാറും. ദെൻ റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്നാൽ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം, ഒരിടത്ത് യൂസ് ചെയ്തത് വേറെ രീതിയിൽ ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും അൾട്രേഷനൊക്കെ വരുത്തിയിട്ട് അതേ പ്രോഗ്രാം കോഡ് അതിനടുത്ത് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യാനൊക്കെ പറ്റിയാൽ നമ്മളുടെ ടൈം വേസ്റ്റേജ് കുറയും. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ. നമ്മുടെ പ്രോഗ്രാമിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വേണം, എന്നാലേ നമ്മുടെ ട്രാൻസ്ലേറ്ററിൻ്റെ സ്റ്റാൻഡേർഡായിട്ടൊന്ന് മാച്ച് ആവുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേഷനൊക്കെ ഈസി ആവുള്ളൂ.
ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ സിമ്പിളായിട്ടല്ല എന്ന് പറഞ്ഞതാണ് എങ്കിൽ കൂടെ ഈസ് ഓഫ് യൂസ് ആണ്. ദ ലാംഗ്വേജ് ഷുഡ് ബി ഈസി ഇൻ റൈറ്റിംഗ് കോഡ് ഫോർ ദ പ്രോഗ്രാമിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദം. ലാംഗ്വേജ് എന്തായിരിക്കണം, പ്രോഗ്രാം എഴുതാൻ കഴിയുന്ന രീതിയിൽ ഈസി ആയിരിക്കണം. സി ആയാലും, സി ഒക്കെ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ലാംഗ്വേജാണ്, ഈസി ഓഫ് റൈറ്റിംഗ് ആണ്. അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കണം. ദ ഈസ് ആൻഡ് ക്ലാരിറ്റി ഓഫ് എ ലാംഗ്വേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ് സിൻടാക്സ്. സിൻടാക്സ് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിലാണെങ്കിൽ അത് ഈസിയാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഒരാൾ എഴുതിയ പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാവുമെങ്കിൽ അത് ഈസി ഓഫ് യൂസ് ആണ്. കാരണം എനിക്ക് വേറെ ആളുടെ പ്രോഗ്രാം യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഞാനൊരു പ്രോഗ്രാം എഴുതി വെച്ചാൽ വേറൊരാൾക്ക് ഇത് റീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സിൻടാക്സ് അത്രയും ഈസി ഓഫ് വേയിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ, സിമ്പിൾ ആൻഡ് യൂണിഫൈഡ് സെറ്റ് ഓഫ് കൺസെപ്റ്റ്സ്. അത് ക്ലിയർ കൺസെപ്റ്റ് നമ്മൾ എന്താണ് കൊടുത്തു വെച്ചിട്ടുള്ളത്, എന്താണ് ലോജിക്ക് നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളത്, അത് ക്ലിയർ ആയിരിക്കണം, സിമ്പിളായിരിക്കണം, യൂണിഫൈഡും ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ഓഫ് യൂസ് ആയിട്ട് മാറും. ദി വൊക്കാബുലറി ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി റിസംബിൾ ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറിയാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്, അതുതന്നെ കണ്ടിന്യൂ ചെയ്യണം, എന്നാൽ ഈസ് ഓഫ് യൂസ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, പോർട്ടബിലിറ്റി. The code should be constructed such a way that it could be distributed across multiple platforms. നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിൽ വേണം ഇറ്റ് ഷുഡ് ബി പോർട്ടബിൾ. നമ്മളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല പല പ്ലാറ്റ്ഫോമിലും നമ്മളിത് യൂസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു സെൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കോഡ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ് എന്നുള്ളതാണ് പോർട്ടബിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി പെർട്ടിക്കുലർ ഹാർഡ്വെയർ ഓർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയറിൽ മാത്രമേ റൺ ചെയ്യുള്ളൂ, പെർട്ടിക്കുലർ OSൽ മാത്രമേ റൺ ചെയ്യുള്ളൂ എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കത് ഏറ്റവും ബെനിഫിറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റേത് ഓരോ ഹാർഡ്വെയറിന് വേണ്ടി നമ്മൾ ഓരോ പ്രോഗ്രാം, ഇപ്പോൾ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ആപ്ലിക്കേഷൻ അത് ഈ ഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ അതിലും വലിയ മണ്ടത്തരമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതേ കൺസെപ്റ്റായി ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം, പോർട്ടബിൾ ആയിരിക്കണം, മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് പ്രോഗ്രാം റിട്ടൺ ഇൻ one system should be able to test in another system and perform accurately. നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും അക്യുറേറ്റ് ആയിട്ടുള്ള പെർഫോം ചെയ്യാനൊക്കെ കഴിയണം. അതാണ് പോർട്ടബിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ റിലയബിലിറ്റി ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ദ ലാംഗ്വേജ് ഷുഡ് പെർഫോം ദ ഇൻറ്റൻഡഡ് ഫംഗ്ഷൻ ഇൻ സാറ്റിസ്ഫാക്ടറി മാനർ ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് ടൈം. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നാൽ അതിനകത്ത് മൊത്തം കോഡുകളാണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അത് റിലയബിൾ ആയിരിക്കണം. അതായത് ആ ലൈഫ് ടൈമിൽ മൊത്തം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോന്ന് മീൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നതെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനകത്ത് ലൈഫ് ടൈം കിട്ടണം. നമുക്ക് ആ പ്രോഗ്രാം എപ്പോഴൊക്കെ നമ്മൾ റൺ ചെയ്യുന്നോ അത് ഷുഡ് ബി റിലയബിൾ. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡീഷനാണ് ഉദ്ദേശിച്ചെങ്കിൽ സബ്സ്ട്രാക്ഷൻ നടത്താൻ പറ്റുമോ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റുമോ ഇല്ല, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതേ റിസൾട്ട് കിട്ടുമ്പോഴേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. റിലയബിലിറ്റി ഈസ് കൺസേൺ വിത്ത് മേക്കിംഗ് സിസ്റ്റം ഫെയിലിയർ ഫ്രീ. റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ഫ്രീ ആവണം എന്നാണ്. ലാംഗ്വേജ് ഷുഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ പ്രിവെൻറ്റിങ് എറേഴ്സ്. അതേപോലെ നമ്മുടെ ലാംഗ്വേജ് എറേഴ്സ് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യണം. അതേപോലെ ഇനി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞ ഡീബഗിങ്. ദർ ഷുഡ് ബി മെക്കാനിസം ടു ഹാൻഡിൽ ദീസ് എറേഴ്സ്. അപ്പോൾ ഇത്തരം എറേഴ്സ് വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. അത്തരം ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യണം, അത് റിക്കവർ ചെയ്യണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ റിലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കാരണം എന്ത് എറേഴ്സ് വന്നാൽ അത് വെച്ച് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ലാസ്റ്റ് അത് കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ, പെർഫോമൻസ്. ദ ലാംഗ്വേജ് ഷുഡ് നോട്ട് ഓൺലി ബി കേപ്പബിൾ ഓഫ് ഇൻറ്ററാക്ടിങ് വിത്ത് എൻഡ് യൂസർ ബട്ട് ഓൾസോ വിത്ത് ഹാർഡ്വെയർ. നമ്മളുടെ ഒരു ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂസേഴ്സിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം ഹാർഡ്വെയർ ആയിട്ടുള്ള ഇൻറ്ററാക്ഷനും മസ്റ്റാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒരാൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ആയിരിക്കില്ല വേറൊരാൾ യൂസ് ചെയ്യുക. ഒരു സിസ്റ്റം മറ്റു സിസ്റ്റമൊക്കെ ഡിഫറെൻറ്റ് മൾട്ടി സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ക്യാപ്പബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പെർഫോമൻസ് ഉണ്ടാവേണ്ടത്. ദെൻ കോസ്റ്റ്. പ്രൈമറി കൺസേൺ ബിഫോർ ഡിപ്ലോയിങ് ലാംഗ്വേജ് അറ്റ് കൊമേഴ്ഷ്യൽ ലെവൽ. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാലും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അത്തരം ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ കൊമേഴ്ഷ്യൽ ലെവലിൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം, എന്നാലേ അത് സക്സസ്ഫുൾ ആയിട്ട് മാറും. മറ്റേ ഭയങ്കര കോസ്റ്റ്ലി ഉള്ള കൊണ്ടുവന്ന് വെച്ചാൽ ആര് ചെയ്യാനാ? അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആളുകൾ നോക്കുള്ളൂ, അല്ലാതെ ആരും കോസ്റ്റ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നില്ല. It includes several costs such as program execution and translation cost,
പ്രോഗ്രാം ക്രിയേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് യൂസേജ് കോസ്റ്റ്, പ്രോഗ്രാം മെയിൻ്റനൻസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത് ഒന്ന് പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ലേഷൻ്റെ കോസ്റ്റാണ്, പിന്നെ ക്രിയേഷൻ കോസ്റ്റാണ്, പിന്നെ ടെസ്റ്റിംഗ് യൂസേജ് കോസ്റ്റാണ്, പിന്നെ ലാസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഈ മെയിൻ്റനൻസ് കോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റേതൊക്കെ ഒറ്റ ലെവലിൽ ചിലപ്പോൾ തീർന്നേക്കാം, പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റാണ് എത്ര കാലം നമ്മൾ യൂസ് ചെയ്യുന്നു അത്രയും കാലം ഈ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ആവറേജ് ലെവലിലല്ലെങ്കിൽ അത് ഫെയിലിയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. Next, promote structured programming. A good language should be capable of supporting structured programming. A structured program also helps programmers to visualize the problem logical way, thereby reduce the probability of errors in the code. പിന്നെ നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സിൻറ്റാക്സ് ഒക്കെ കറക്റ്റ് ആയാൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സോ ഇഷ്യൂസൊക്കെ വരാം. കാരണം നമുക്കത് സക്സസ് ആയി കൊണ്ടുപോകണമെന്നാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനും ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏറ്റവും, കാരണം നമുക്കൊരു ഐഡിയ ഉണ്ട് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇപ്പോൾ സി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. നമ്മളൊരു അതിൻ്റെ ബേസിക് ലെവലിൽ തന്നെ സി പ്രോഗ്രാമിൽ എഴുതുന്ന ആർക്കും അതിൻ്റെ ബേസിക്സ് അറിയാം, അതായത് ഇങ്ങനെയൊക്കെയാണ് എന്നറിയാം. അപ്പോൾ കറക്റ്റ് ഇന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമുക്കറിയാം, കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും റിക്കവർ ചെയ്യാനും കഴിയും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ കോമ്പാക്ട് കോഡ്. എ ലാംഗ്വേജ് ഷുഡ് പ്രൊമോട്ട് കോമ്പാക്ട് കോഡിംഗ്. ഇൻ്റർനെറ്റ് ഓപ്പറേഷൻ ഷുഡ് ബി കോഡ് ഇൻ മിനിമം നമ്പർ ഓഫ് ലൈൻസ്. ലാർജ് കോഡ് റിക്വയർ മോർ ടെസ്റ്റിംഗ് ഡെവലപ്പിംഗ് ടൈം, thereby increasing the cost of developing an application. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കോമ്പാക്ട് കോഡാണ്. അതായത് നമ്മൾ മാക്സിമം മിനിമം നമ്പർ ഓഫ് ലൈൻസിൽ എങ്ങനെ നമ്മൾ കോഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എത്ര ലോജിക്കാണെങ്കിലും അതിന് ഏറ്റവും ബെസ്റ്റ് വേസിൽ ചെയ്താൽ അത് മിനിമം നമ്പർ ഓഫ് ലൈൻസ് ആയിട്ട് മാറും. മറ്റേ വെറുതെ ഒരു അഡീഷണൽ 5-6 ലൈൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ, ലാർജ് കോഡായി പോയാൽ ഇഷ്യൂസ് എന്താ വെച്ചാൽ ടെസ്റ്റിങ് ഡെവലപ്പിംഗ് ടൈം ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതേപോലെ ടൈം കോംപ്ലക്സിറ്റി കൂടും, അതേപോലെ കോസ്റ്റ് ഒരുപാട് കൂടും. ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്ക് അതിനേക്കകത്ത് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. കാരണം അത് ഓരോ വേസിൽ പെർഫോം ചെയ്യേണ്ട പ്രോഗ്രാംസൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒക്കെ അത്രയും കൂടി പോകും. അപ്പോൾ കോസ്റ്റ് കൂടും, ടൈം കോംപ്ലക്സിറ്റി കൂടും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കോഡ് കോമ്പാക്ട് കോഡായിരിക്കണം. മെയിൻറ്റെയിനബിലിറ്റി. നെക്സ്റ്റ് പോയിന്റ് മെയിൻറ്റെയിനബിലിറ്റി ആണ്. ആപ്ലിക്കേഷൻ ഹാസ് ടു ബി മെയിൻറ്റെയിൻ റെഗുലർലി സോ ദാറ്റ് ഇറ്റ് ക്യാൻ മീറ്റ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ്. Maintainability is closely related to the structure of code. If the original code is written in organized way, then it would be easy to modify and add changes. നമ്മൾ മെയിൻറ്റെയിനബിലിറ്റി എന്നോട് മീൻ ചെയ്യുന്നത്, അപ്പം 2015 ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നാൽ 2020 അതിന് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക തന്നെ വേണം. അതായത് എന്തെങ്കിലും അപ്ഡേഷൻസ് നമ്മുടെ സൊസൈറ്റിക്കകത്തോ നമ്മളുടെ ഈ കൺസെപ്റ്റിനകത്തോ കൊണ്ടുപോയ ടൈം ആയാൽ ഓൺ ദ സ്പോട്ടിൽ മോഡിഫൈ ചെയ്യണം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ആ ഒരു പ്രോഗ്രാം, ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ചേഞ്ചസ് അപ്ഡേഷൻസ് കൊണ്ടുവന്നാൽ അത് ഒരു 10 വർഷത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. അതാണ് മെയിൻറ്റെയിനബിലിറ്റി കൊണ്ട് മീൻ ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാലോ വാട്സപ്പിന് ഇടയ്ക്കിടയ്ക്ക് അവരെ നമ്മളെ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യണതിനാണ്. അത് അഡ്വാൻസ്ഡ് ആണ് എന്ന് നമ്മളിൽ എത്തിക്കാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ നമ്മൾ 2014 ഇപ്പോൾ ഒരാൾ വാട്സപ്പ് തുടങ്ങി, ആ വാട്സപ്പ് എന്നല്ലല്ലോ നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ചില ടൈമുകളിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എന്താണ്, ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളൊരു ഫീലും കിട്ടും. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റീയൂസബിലിറ്റി. The language should facilitate the adaptation of code for use in other applications. Code is reusable when it is independent of other codes. നമ്മൾ പറഞ്ഞു മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ റീയൂസബിൾ ആകും. ഇപ്പോൾ നമുക്കൊരു കോഡിൻ്റെ കുറച്ച് പാർട്ട് എടുത്തിട്ട് വേറൊരു ആപ്ലിക്കേഷനിൽ ആ കോഡ് തന്നെ മതിയെങ്കിൽ നമ്മൾ വെറുതെ എന്തിനാണ് വേറെ വീണ്ടും നമ്മൾ അതിന് തൊട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ്. കാരണം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യില്ല. അതിന് മുന്നേ അതിന് ഒരുപാട് ഡിസൈൻ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഹയർ സ്റ്റഡീസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുക. അപ്പോൾ സെയിം കൺസെപ്റ്റുകളാണെങ്കിൽ നമുക്ക് ഈ കോഡ് എടുത്തിട്ട് റീയൂസബിൾ ആക്കിയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ കഴിയും. അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ പോസിബിൾ ആവുന്നത് എന്ന് കൂടെ മനസ്സിലാക്കട്ടെ. മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതും പോസിബിൾ അല്ല. നമ്മുടെ ലാംഗ്വേജസൊക്കെ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ മീൻ ദ എക്സ്റ്റെൻറ്റ് to which language definition has been formally standardized, extent to which it can be reasonably expect that this standard will be followed in a language translator. Non-standardized language become obsolete soon, produces inferior codes, poor developers productivity, no reliability of code. ലാസ്റ്റ് പോയിൻ്റാണ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായിരിക്കണം. എന്തായത് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ട്രാൻസ്ലേറ്ററിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ 2 സ്റ്റാൻഡേർഡും മാച്ചായി വന്നാൽ മാത്രമേ ഈ ട്രാൻസ്ലേറ്ററിന് നമ്മുടെ പ്രോഗ്രാമിനെ പിടിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താവണം, നമ്മുടെ പ്രോഗ്രാം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായിരിക്കണം. അതിനെന്തോ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ട്, സിൻറ്റാക്സ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്ത്
വേണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഫോളോ ചെയ്ത് വന്നാലേ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലായി മാറുള്ളൂ. അതേ സ്റ്റാൻഡേർഡാണ് നമ്മുടെ ട്രാൻസ്ലേറ്റർ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേറ്ററിന് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലല്ലെങ്കിൽ, സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ റിലയബിലിറ്റി പോകും, അതിൻ്റെ റീയൂസബിലിറ്റി, ഈസി ഓഫ് യൂസ്, അത്ര ഇഷ്യൂസിനൊക്കെ അത് വ്യക്തമായിട്ട് തന്നെ ബാധിക്കും സ്റ്റാൻഡേർഡൈസേഷൻ കീപ്പ് ചെയ്തില്ല എങ്കിൽ. ഓക്കെ, അപ്പോൾ സീക്കാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സിൻറ്റാക്റ്റിക്കലി സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്, അത് ഫോളോ ചെയ്യണം. സെമാൻറ്റിക്സ് ആണെങ്കിൽ അതും ഫോളോ ചെയ്യണം. എന്താണ് അവരവിടെ മീൻ ചെയ്യുന്നത് അതൊക്കെ ഫോളോ ചെയ്ത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഓരോ കൺസെപ്റ്റുകളും കൊണ്ടുവന്നാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓക്കെ ആവും. അത് ത്രൂ നമുക്ക് കൺവേർഷൻ ഈസി ആയിട്ട് മാറും. അതേപോലെ അതിൻ്റെ മെയിൻ്റെനൻസ് ആയാലും കൺസെപ്റ്റുകളൊക്കെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മളുടെ ഫീച്ചേഴ്സ് ഉള്ളത്, ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, എന്നുണ്ടെങ്കിലും നമുക്ക് കൂളായിട്ട് നമ്മളോട് മെസ്സേജ് ചെയ്യാം കേട്ടോ. മെസ്സേജ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മളോട് പറയാം. നമ്മൾ പുതിയ പുതിയ സൊല്യൂഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.